മുതലപ്പുഴയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ച് INTUC യൂണിയൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് താഴിട്ട് പൂട്ടി. പൊഴിമുഖം അടഞ്ഞതിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അതേസമയം ഫിഷറീസ് മന്ത്രിയെ കണ്ട ശേഷം ഹൈക്കോടതിയെ സമീപിക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. മണൽ നീക്കം ഇരട്ടിയാക്കാൻ കരാറുകാരന് ഫിഷറീസ് വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആദിൽ പാലോടും അരുൺ സോളമനും ചേരുന്നു. ആദിൽ പാലോട്, എപ്പോഴാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്? പ്രതിഷേധം അവസാനിച്ചോ? എന്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്? INTUCക്കാരും അതേപോലെ മത്സ്യത്തൊഴിലാളികളും എങ്ങനെയാണ് ഇനി മുന്നോട്ട് ഈ പ്രതിഷേധം കൊണ്ടുപോകുന്നത്? ആദിൽ പാലോട്. പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇന്ന് ഫിഷറീസ് എഞ്ചിനീയറിംഗ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ കീഴിലാണ് ഈ മുതലപ്പുഴയും അതിന്റെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഡ്രഡ്ജിങ്ങും ഒക്കെ നടക്കുന്നത്. ആ ഓഫീസിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി ഇന്ന് രാവിലെ എത്തിയത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. ഒപ്പം ഗേറ്റ് സ്വന്തം താഴെ തന്നെ പൂട്ടി. പിന്നീട് ഗേറ്റിന് മുകളിൽ റീത്തും വെച്ചു. എന്തിനു വേണ്ടിയാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യം. INTUC യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് സമരം നടന്നത്. അരുൺ, മുതലപ്പുഴയാകട്ടെ കൃത്യമായി ഡ്രഡ്ജിംഗ് നടത്താത്ത മൂലം ഒരു മണൽത്തിട്ട അഴിമുഖം പൂർണ്ണമായും മണൽ മൂടി അടിഞ്ഞിട്ടുണ്ട്. ഇത് കാരണം ഉപജീവനം നഷ്ടപ്പെടുകയാണെന്നുള്ള പരിഭവവും പരാതിയും പങ്കുവച്ചാണ് ഈ തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ പോകുന്നത്. വലിയ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികളാണ് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യതകളിലേക്ക് പോകുമോ എന്ന ഭയം പോലീസിനുണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് മുതലപ്പുഴയിൽ നിന്ന് എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് ഡ്രഡ്ജിങ്ങിന് കൃത്യമായ ഡ്രഡ്ജിംഗ് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ ഡ്രഡ്ജിംഗ് സംവിധാനങ്ങൾ മുതലപ്പുഴയിലേക്ക് എത്തിക്കാനുള്ള നീക്കവുമുണ്ട്. ഈ രൂപത്തിൽ പ്രതിഷേധം തുടരുകയാണെങ്കിൽ സർക്കാരിന് വലിയ തലവേദനയാകും. ഒപ്പം തന്നെ പൊഴി അടഞ്ഞു തന്നെ കിടന്നാൽ അഴൂർ കായൽ സമീപത്താണ്. അഴൂർ കായലിൽ നിന്നുള്ള വെള്ളം കടലിലേക്ക് പോകുന്ന പൊഴിയാണ്. അതിന് ഭാഗത്ത് താമസിക്കുന്ന, തീരത്ത് താമസിക്കുന്നവരുടെ ജീവിതവും വലിയ ദുസ്സഹമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പൊഴി മുറിക്കാനും മണൽ നീക്കാനുമുള്ള ഡ്രഡ്ജിംഗ് സംവിധാനങ്ങൾ എത്തിക്കാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും മാരിടൈം ബോർഡിൻ്റെ ഒരു ഡ്രഡ്ജർ അത് അതിവേഗത്തിൽ മുതലപ്പുഴയിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്യുന്ന അത് വളരെ പ്രശ്നമാണ്. മുതലപ്പുഴയിൽ ഒരു JCB ഉപയോഗിച്ചും ഒരു ഡ്രഡ്ജിംഗ് സംവിധാനം ഉപയോഗിച്ചും മാത്രമാണ് മണൽ നീക്കുന്നത്. അത് മാത്രം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ നീക്കുന്ന മണലിന്റെ ഇരട്ടി മണൽ നീക്കണമെന്ന് കരാറുകാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അരുൺ, മുതലപ്പുഴയിൽ ശക്തമായ പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികളുടെ. INTUC തൊഴിലാളികളുടെ പ്രതിഷേധത്തെക്കുറിച്ചാണ് ആദിൽ പാലോട് ഇപ്പോൾ പ്രതികരിച്ചത്. അരുൺ സോളമൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. ഈ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ നീക്കമുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളി വകുപ്പ് മന്ത്രി, അതായത് തുറമുഖ വകുപ്പ് മന്ത്രി, മത്സ്യത്തൊഴിലാളി വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി സജി ചെറിയാനെ കണ്ടതിന് ശേഷം ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പ് കിട്ടിയാൽ അവർ ഹൈക്കോടതിയിൽ പോവില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു ഭാഗത്ത് അവർ ശക്തമായ സമരത്തിലൂടെ, പ്രതിഷേധത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു, മറുഭാഗത്ത് ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കുകയാണോ മത്സ്യത്തൊഴിലാളികൾ? അരുൺ, ഗുഡ് മോർണിംഗ്. ഈ മുതലപ്പുഴയെ സംബന്ധിച്ച് ഇനി വരുന്ന നാളെയാണ് ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ കാണുക. പക്ഷേ ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യനിർമ്മിത കൊലപാതകം നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മുതലപ്പുഴ മാറിയിട്ട് വർഷങ്ങളായിരിക്കുകയാണ്. നിലവിൽ മത്സ്യത്തൊഴിലാളികളുടെ കണക്ക് പ്രകാരം 78 മത്സ്യത്തൊഴിലാളികളാണ് ഈ ഭാഗത്ത് മരണപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ നാളെ കണ്ടതിന് ശേഷം ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനോടകം കഴിഞ്ഞ ഒരു മാസമായി ഈ കാര്യം ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടും പലപ്പോഴായിട്ട് ഇവർ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം. പക്ഷേ ഇതുവരെയും അതിന് നടപടി ഉണ്ടായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ INTUCന്റെ പ്രവർത്തകരാണ് ആദ്യം ഇപ്പോൾ ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ബ്ലോക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ താഴിട്ട് പൂട്ടിക്കൊണ്ട് ഇപ്പോൾ സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. പക്ഷേ ഇതിനോടകം തന്നെ ഇനി വരാനിരിക്കുന്നത്, ഇന്നലെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ വിവിധ സംഘടനകൾ മുതലപ്പുഴയിൽ യോഗം ചേർന്നിരുന്നു. 25ഓളം വരുന്ന പ്രവർത്തകരാണ് അതിൽ പങ്കെടുത്തത്. അതിൽ വന്നിട്ടുള്ള തീരുമാനപ്രകാരം താങ്ങുവില അസോസിയേഷൻ സംഘടനകളും CITയും INTUC അടക്കമുള്ള പ്രവർത്തകരായിരിക്കും ഇന്നിപ്പോൾ ഈ ഭാഗത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക. അതായത് അനിശ്ചിത കാലത്തിലേക്ക് ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ ഭാഗത്ത് ഇപ്പോൾ ഈ പൊഴി മൂടി കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് 4 പഞ്ചായത്തുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ചില ഉദ്യോഗസ്ഥർ ഈ പൊഴി മുറിക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അത് മത്സ്യത്തൊഴിലാളികൾ അനുവദിക്കില്ല എന്നുള്ളത് കൂടിയാണ് അരുൺ ഈ ഒരു ഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകുന്നത്.